നമസ്കാരം. അഷ്ടസിദ്ധികളിൽ ഒന്നായ പരകായപ്രവേശം എന്ന കൂടുവിട്ട് കൂടുമാറൽ വിദ്യയിൽ അഗ്രഗണ്യനും അഗസ്ത്യ മഹർഷിയിൽ നിന്നും നന്ദിദേവനിൽ നിന്നും വേദോപദേശം ലഭിച്ചയാളും തിരുമന്ത്രം രചിച്ചയാളും സിദ്ധപുരുഷന്മാരിൽ മുഖ്യനുമായ തിരുമൂലനാഥർ സിദ്ധരെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. 18 സിദ്ധന്മാരിൽ ഒരാളായ തിരുമൂലർ സിദ്ധരും തീവ്ര ശിവഭക്തരായ 63 നായന്മാരിൽ ഒരാളായ തിരുമൂല നായനാരും ഒരാൾ തന്നെയെന്ന് സൈക്കിഴാരുടെ തിരുമൂലനാഥർ പുരാണത്തിലുണ്ട്. തിരുമൂലനാഥർ പുരട്ടാസി മാസം അവിട്ട നക്ഷത്രത്തിൽ മധുരയ്ക്കടുത്തുള്ള ആയർകുലത്തിൽ പിറന്നതായി ഭോഗർ സിദ്ധരുടെ സപ്തകാണ്ഡത്തിൽ പരാമർശമുള്ളതായി പറയപ്പെടുന്നു. അദ്ദേഹം ഐപ്പശി മാസം മൂലനക്ഷത്രത്തിൽ വേളാളർ കുലത്തിൽ 21ാം തലമുറയിൽ ജനിച്ചയാൾ എന്നും വാദമുണ്ട്. തിരുമൂലർ ചരിത്രത്തെ പരാമർശിക്കുന്ന പുസ്തകങ്ങളാണ് സൈക്കിഴാരുടെ പെരിയ പുരാണവും പുലവർ പുരാണവും. തിരുമൂലരുടെ യഥാർത്ഥ നാമം സുന്ദരനാഥർ. അദ്ദേഹം ചെറുപ്രായത്തിലെ ജ്ഞാനം കൈവരിക്കണമെന്ന ആഗ്രഹത്തോടെ പൊതികമലയിലുണ്ടായിരുന്ന അഗസ്ത്യ മഹർഷിയുടെ അടുത്തെത്തി അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യന്മാരിൽ ഒരാളായി മാറി അഷ്ടസിദ്ധികൾ കൈവരിച്ചു. പിന്നീട് അഗസ്ത്യരുടെ ആശീർവാദത്തോടെ കൈലാസത്തിലെത്തി. കൈലാസത്തിൽ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് 28 ആഗമവിധികൾ ഉപദേശിച്ചു. പാർവതി മാതാവത് നന്ദിദേവന് ഉപദേശിച്ചു. ശിവഭഗവാന്റെ തിരുവടികളിൽ ഇരുന്ന് നന്ദിദേവനിൽ നിന്നും 9 ആഗമവിദ്യകൾ ഗ്രഹിച്ച് കൈലാസത്തിൽ ഗുരുകുലവാസം അനുഷ്ഠിച്ച 8 യോഗികളിൽ തിരുമൂലനാഥർ സിദ്ധരും ഒരാൾ. മറ്റ് 7 പേരാണ് സനകർ, സനന്ദർ, സനാതനർ, സനൽകുമാരർ, ശിവയോഗമുനി, പതഞ്ജലി മഹർഷി, വ്യാഘ്രപാദ മഹർഷി എന്നിവർ. നന്ദിദേവൻ തിരുമൂലർക്ക് നൽകിയ നാമമാണ് നാഥൻ. 9 കോടി യുഗങ്ങൾ തമിഴിനാൽ കൈലാസത്തിൽ ഭഗവാന് അർച്ചന ചെയ്തതായും ചിദംബരത്തിൽ ശിവഭഗവാന്റെ നടനം കണ്ട് 1 കോടി യുഗങ്ങൾ ആ നിർവൃതിയിൽ ലയിച്ചിരുന്നതായും തിരുമൂലർ തന്റെ പുസ്തകങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. നന്ദിദേവനിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച ശേഷം വീണ്ടും പൊതികമലയിലുള്ള ഗുരുനാഥൻ അഗസ്ത്യ മഹർഷിയെ കാണാനായി തിരുമൂലനാഥർ പോകവേ വഴിയിൽ കേദാർനാഥ്, പശുപതിനാഥ്, നേപ്പാൾ, കാശി, തിരുപ്പരുപ്പദം, തിരുക്കാളഹസ്തി, തിരുവാലങ്കാട്, കാഞ്ചീപുരം, തിരുവതികെ, വീരട്ടാനം എന്നിങ്ങനെ പല തിരുസ്ഥലങ്ങൾ സന്ദർശിച്ച് തിരുവാവടുതുറ വന്ന് ഗോമുക്തീശ്വരർ ആലയത്തിലെ ഭഗവാനെ വണങ്ങിപ്പോകുന്ന വഴിയിൽ സാത്തന്നൂർ എത്തിയപ്പോൾ അവിടെ കാവേരി നദിക്കരയിൽ പുൽമൈതാനത്ത് മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന പശുക്കളുടെ ദീനമായ നിലവിളി കേട്ടു. അവിടെ പുല്ലിൽ ആ ഗോക്കളുടെ ഇടയൻ കരുനാഗം തീണ്ടി മരിച്ചു കിടന്നിരുന്നു. ജ്ഞാനദൃഷ്ടിയാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ തിരുമൂലർ സിദ്ധർ പശുക്കളുടെ സങ്കടം മാറ്റാനായി തന്റെ കായകൽപ്പങ്ങളാൽ ദൃഢമാക്കിയ ശരീരം ഒരു മരത്തിന്റെ വേരിനടിയിൽ മറച്ചുവെച്ച് മൂലൻ എന്ന ആ ഇടയന്റെ ശരീരത്തിലേക്ക് പരകായ പ്രവേശം ചെയ്തു. ഉറക്കത്തിൽ നിന്നുണർന്ന പോലെ മൂലൻ എഴുന്നേറ്റത് കണ്ട് ചുറ്റും കൂടി നിന്ന പശുക്കൾ സന്തോഷിച്ച് വഴക്കം പോലെ വൈകുന്നേരം അവരവരുടെ വീടുകളിലേക്ക് യാത്രയായി. വൈകിയും ഭർത്താവിനെ കാത്തിരിക്കുകയായിരുന്നു ഇടയന്റെ ഭാര്യ. അവർ ഭർത്താവിനെ കണ്ടതും ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ മുതിർന്നപ്പോൾ തിരുമൂലർ പോകാൻ കൂട്ടാക്കിയില്ല. തന്റെ ഭർത്താവിന് ഇത് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ വിഷമത്തോടെ ആ സ്ത്രീ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് ആ സ്ത്രീ ആ നാട്ടിലെ ബ്രാഹ്മണന്മാരെ സമീപിച്ച് നടന്ന കാര്യം പറഞ്ഞപ്പോൾ മൂലനെ തിരക്കി വന്ന ബ്രാഹ്മണർ കണ്ടത് ഒരു മരത്തിനടിയിൽ യോഗനിഷ്ഠയിലിരിക്കുന്ന മൂലനെയാണ്. അവർ അടുത്തു ചെന്ന് ഇടയനെ വീട്ടിലേക്ക് പോവാൻ നിർബന്ധിച്ചു. പക്ഷേ താൻ ഇടയനല്ലെന്നും താൻ യോഗിയാണെന്നും ഇടയൻ മരിച്ച കഥയും വിശദമായി തിരുമൂലർ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ഈ കഥ വിശ്വസിക്കാത്ത ചിലരോടൊപ്പം തിരുമൂലർ തന്റെ ഉടൽ മറച്ചു വച്ചിരിക്കുന്നിടത്തേക്ക് പോയി. പക്ഷേ വിധി വൈപരീത്യത്താൽ തിരുമൂലരുടെ ഉടൽ അവിടെ ഉണ്ടായിരുന്നില്ല. ജ്ഞാനദൃഷ്ടിയാൽ തന്റെ ഉടൽ ശിവഭഗവാൻ മറച്ചുവെച്ചത് തിരുമൂലർ മനസ്സിലാക്കി. തനിക്കിനിയും ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് സ്വയം മനസ്സിലാക്കി അദ്ദേഹം വീണ്ടും ധ്യാനത്തിലായിരുന്നു. ഇത് മൂലൻ എന്ന ഇടയനല്ല, സിദ്ധയോഗിയാണെന്ന് തിരിച്ചറിഞ്ഞ നാട്ടുകാർ ഇടയന്റെ ഭാര്യയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും ആ സ്ത്രീ വിഷാദത്തിലാണ്ടുപോയി. സുന്ദരനാഥർ എന്ന ഈ യോഗിക്ക് മൂലൻ എന്ന ഇടയന്റെ ശരീരത്തിൽ വളരെക്കാലം ജീവിക്കേണ്ടി വന്നതിനാലും അദ്ദേഹം മൂലനക്ഷത്രത്തിൽ പിറന്നതിനാലുമാണ് അദ്ദേഹത്തിന് തിരുമൂലനാഥർ എന്ന നാമം വന്നത് എന്ന് സിദ്ധന്മാരുടെ ചില ചരിത്ര പുസ്തകങ്ങളിൽ പരാമർശമുണ്ട്. വേറൊരു കഥ പ്രകാരം പാണ്ഡ്യനാട്ടിലുള്ള രാജേന്ദ്രപുരി എന്ന നാട്ടുരാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു വീരസേനൻ. വീരസേനൻ മനസാക്ഷി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രാജാവായതിനാൽ രാജ്യം പട്ടിണിയും പരിവട്ടവുമായി നശിച്ചു. രാജ്യത്തെ പ്രജകളും റാണിയും ഒരുപോലെ രാജാവിനെ വെറുത്തു. ഒരു നാൾ അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. ആ സമയം സൂക്ഷ്മരൂപത്തിൽ ആകാശമാർഗം സഞ്ചരിക്കുകയായിരുന്ന തിരുമൂലർ സിദ്ധർ റാണിയും പരിവാരങ്ങളും രാജാവിന് ചുറ്റുമിരുന്ന് കരയുന്ന കാഴ്ച കണ്ടു. ഉടനെ അദ്ദേഹം ചന്ദ്രഗിരി മലയിടുക്കുകളിലെ ഒരു ഗുഹയിൽ തന്റെ കായകൽപ്പ ശരീരത്തെ മറച്ചുവെച്ച് തന്റെ പ്രഥമ ശിഷ്യനായ ഗുരുരാജനെ ശരീരത്തിന് കാവൽ നിർത്തി സൂക്ഷ്മ ഉടലോടെ അരമനയിലെത്തി വീരസേന മന്നന്റെ ഉടലിൽ പ്രവേശിച്ച് വീരസേന തിരുമൂലരായി മാറി. രാജാവിന്റെ ഭരണത്തിൽ രാജ്യം വീണ്ടും അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു. പഴയ രാജാവിൽ നിന്ന് കിട്ടാത്ത സ്നേഹം അനുഭവിച്ചതിനാലും ഭാര്യാഭർത്താക്കന്മാർക്ക് മാത്രം മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കിയതിനാലും മന്നന്റെ ഉടലിൽ ഉള്ളത് ഒരു മഹാസിദ്ധർ എന്ന് റാണി തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തോട് സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ കൽപ്പദേഹം മറച്ചുവെച്ചിരിക്കുന്ന ഇടവും അത് എരിക്കാനുള്ള സൂക്ഷ്മവിധികളും കൗശലത്തിൽ മനസ്സിലാക്കി വെച്ച റാണി
ആദിവാസി ജനതയായ പളിങ്കർക്ക് പണം കൊടുത്ത് ആ ഉടൽ എരിക്കാൻ രഹസ്യമായി നിർദ്ദേശിച്ചു. ഇതിനിടയിൽ വളരെ കാലം മുമ്പ് പുറപ്പെട്ടുപോയ ഗുരുവിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ തിരുമൂലരുടെ ശിഷ്യൻ ഗുരുരാജൻ അരമനയിലേക്ക് പുറപ്പെട്ടു വന്നു. ഇത് മനസ്സിലാക്കിയ പളിങ്കർ തിരുമൂലരുടെ കൽപ്പദേഹം കണ്ടുപിടിച്ച് എരിച്ചു കളഞ്ഞു. അന്ന് വേട്ടയ്ക്ക് പോയ വീരസേന തിരുമൂലർ തന്റെ ശിഷ്യൻ വരുന്നത് കണ്ട് അവനെയും കൂട്ടി കൽപ്പദേഹം വെച്ചിരിക്കുന്നിടത്തേക്ക് പോയി. താൻ ഭയന്നതുപോലെ തന്റെ കൽപ്പദേഹം എരിഞ്ഞു കിടക്കുന്നത് കണ്ട തിരുമൂലർ ശിഷ്യനെ സന്യസിക്കാൻ പറഞ്ഞയച്ച് അരമനയിലേക്ക് തിരിച്ചു വന്നു. പിന്നീടൊരു ഘട്ടത്തിൽ തന്റെ തപജീവിതം വീണ്ടും തുടരാനായി ചതുരഗിരി മലയിലേക്ക് പോയി. വൈദ്യരത്ന ചുരുക്കം എന്ന സിദ്ധർ പുസ്തകത്തിൽ ഈ കഥയുണ്ട്. ആ സമയം ജംബുകേശൻ എന്ന ബ്രാഹ്മണൻ ചതുരഗിരി മലയിലേക്ക് വരുന്നുണ്ടായിരുന്നു. തിരുവാനേക്കാവിൽ താമസിച്ചിരുന്ന ജംബുകേശൻ ജ്ഞാനമാർഗപാഠത്തിൽ പ്രാഗൽഭ്യമുള്ളയാൾ. ഗുരുവിന്റെ തുണയില്ലാതെ തന്നെ തന്നാൽ തപം ചെയ്യാനാവും എന്ന ഗർവിൽ ചതുരഗിരി മലയിലേക്ക് ചെന്ന് അദ്ദേഹം സ്വയം പ്രാണായാമം തുടങ്ങി. തെറ്റായി കുംഭകം ചെയ്തതിനാൽ ശ്വാസം പുറത്തുവിടാനാവാതെ ജംബുകേശൻ മരണപ്പെട്ടു. അവിടെ വന്ന വീരസേന തിരുമൂലർ രാജാവിന്റെ ഉടലിൽ നിന്ന് ജംബുകേശന്റെ ഉടലിൽ പ്രവേശിച്ച് ജംബുകേശ തിരുമൂലരായി. താൻ ഇതുവരെ ജീവിച്ച രാജാവിന്റെ ഉടൽ കേടുവരാൻ പാടില്ല എന്ന് വിചാരിച്ച് ആ ഉടൽ അദ്ദേഹം ഒരു മരപ്പൊത്തിൽ വെച്ചു. മഹാസിദ്ധരുടെ കരസ്പർശമേറ്റ നിമിഷം ആ മരപ്പൊത്ത് തനിയെ മൂടി. ആ മരം അരസമരം എന്നറിയപ്പെടും എന്ന് മരത്തെ ആശീർവദിച്ച് തിരുമൂലർ തപജീവിതത്തിനായി ചതുരഗിരി മലയിലേക്ക് പോയി. അവിടെ അദ്ദേഹത്തിന് പല ശിഷ്യന്മാർ ഉണ്ടായി. മാലാങ്കൻ, ഇന്ദ്രൻ, സോമൻ, ബ്രഹ്മൻ, ഉരുത്തിരൻ, ഗുരുരാജൻ, കാളങ്കിനാഥർ എന്നിവർ അവരിൽ പ്രമുഖർ. തിരുമൂലർ സിദ്ധരും കാളങ്കിനാഥരും ഉടൽ ചെറുപ്പമാക്കാനുള്ള കായകൽപ്പ മരുന്നുകൾ തേടി കഞ്ചമലക്കാടുകളിൽ അലഞ്ഞ കഥ കാളങ്കിനാഥനും കഞ്ചമലയും എന്ന വീഡിയോയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. തിരുമൂലർ തന്റെ ശിഷ്യന്മാർക്ക് ഉയർന്ന സിദ്ധികൾ പ്രദാനം ചെയ്ത് അവരെ പ്രഗത്ഭരായ സിദ്ധയോഗികളാക്കിയതായും ആ കാലയളവിൽ തിരുമൂല ഗ്രന്ഥകം 8000, ശില്പനൂൽ 1000, ജ്യോതിഷം 300, മാന്ത്രികം 600, വൈദ്യകാവ്യം 1000, വൈദ്യ ചുരുക്കം 200, സൂക്ഷ്മജ്ഞാനം 1000, പെരുങ്കാവ്യം 1500, ദീക്ഷവിധി 18, യോഗജ്ഞാനം 16, വിധിനൂൽ 24, പൊതുനൂൽ 300 എന്നിങ്ങനെ പല പുസ്തകങ്ങൾ രചിച്ചതായും പറയപ്പെടുന്നു. തിരുവാവടുതുറ ഒരു കാലത്ത് നിബിഡവനമായിരുന്നെന്നും അവിടെയുള്ള അരസമരത്തിന് കീഴിൽ തിരുമൂലർ സിദ്ധർ 3000 വർഷം ശിവരാജയോഗത്തിൽ അമർന്നെന്നും പിന്നീട് ഓരോ വർഷവും സമാധിയിൽ നിന്നുണർന്ന് ഓരോ ശ്ലോകങ്ങൾ രചിച്ചെന്നും അങ്ങനെ 3000 ശ്ലോകങ്ങൾ കൊണ്ടുള്ളതാണ് തിരുമന്ത്രം എന്നുമാണ് പറയപ്പെടുന്നത്. തിരുമന്ത്രം 3 ഭാഗങ്ങളായി 1000 വീതം കീർത്തനങ്ങളും 9 തന്ത്രങ്ങളെയും ഉൾക്കൊണ്ടത്. വേദ ആഗമങ്ങളും ഉപനിഷത്തുക്കളും ശൈവ സിദ്ധാന്തങ്ങളെയും വിവരിക്കുന്ന പുസ്തകമാണ് തിരുമന്ത്രം. പശു, പതി, പാശം എന്ന 3ന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. 1 മുതൽ 4 തന്ത്രങ്ങൾ ശൈവ സിദ്ധാന്തങ്ങളെ കുറിക്കുന്നത്. 5 മുതൽ 9 തന്ത്രങ്ങൾ ജ്ഞാനത്തെയും അതിന്റെ ഫലങ്ങളെയും വിവരിക്കുന്നത്. തിരുമന്ത്രം 3000 കീർത്തനങ്ങൾ എന്ന് സേക്കിഴാരും തിരുമന്ത്രപ്പാടൽ 8000 കീർത്തനങ്ങൾ എന്ന് വള്ളലാരും അഗസ്ത്യരുടെ സൗമ്യസാഗരം എന്ന പുസ്തകത്തിലും പരാമർശമുണ്ട്. ഉടൽ വേറെ ഉയിർ വേറെയല്ല, ഇവ രണ്ടും ഒന്നു ചേർന്നാൽ മാത്രമാണ് അറം, പൊരുൾ, ഇമ്പം, വീട് ലഭിക്കുകയെന്നത് മനുഷ്യ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്ത സിദ്ധയോഗിയാണ് തിരുമൂലർ സിദ്ധർ. ഗോരഖർ സിദ്ധരെ പോലെയോ ബോഗർ സിദ്ധരെ പോലെയോ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള തുറന്നെഴുത്തല്ല തിരുമൂലർ സിദ്ധരുടേത്. പല സൂക്ഷ്മ രഹസ്യങ്ങളും പ്രാപ്തിയുള്ളവർക്ക് മാത്രം മനസ്സിലാവട്ടെ എന്ന വിധത്തിൽ അദ്ദേഹം തിരുമന്ത്രത്തിൽ എഴുതി തിരുവാവടുതുറ ആലയത്തിന്റെ കൊടിമരത്തിനടിയിൽ കുഴിച്ചിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു പോയി ചിദംബരം ക്ഷേത്രത്തിൽ മുക്തിയടഞ്ഞതായാണ് പുരാണങ്ങൾ. തിരുമൂലർ ജീവിച്ചിരുന്ന കാലം 7000 വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് അനുമാനം. പിന്നീട് 7ാം നൂറ്റാണ്ടിൽ 63 നായന്മാരിൽ ഒരാളായ തിരുജ്ഞാന സംബന്ധർ തിരുവാവടുതുറ ക്ഷേത്രത്തിലെത്തി ദിവ്യദൃഷ്ടിയാൽ കാര്യങ്ങൾ മനസ്സിലാക്കി തമിഴ് മണം വരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അനുയായികളോട് കൊടിമരം കുഴിച്ചു നോക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ അദ്ദേഹം തിരുമന്ത്രത്താളിയോലകൾ കണ്ടെടുത്ത് ജനങ്ങൾക്ക് സമർപ്പിച്ചു. പിന്നീട് 8ാം നൂറ്റാണ്ടിൽ സുന്ദരർ തിരുത്തൊണ്ടർതൊകയിൽ തിരുമൂലരുടെ ചരിത്രത്തെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. 12ാം നൂറ്റാണ്ടിൽ സൈക്കിഴാർ പെരിയ പുരാണത്തിൽ 63 നായന്മാരുടെ ചരിത്രത്തെപ്പറ്റി പരാമർശിച്ചതിൽ 31ാമത്തേതിൽ തിരുമൂലരെ പറ്റിയും തിരുമന്ത്രത്തെപ്പറ്റിയും വിവരിച്ചിട്ടുണ്ട്. വളരെ കാലങ്ങൾക്ക് ശേഷം നമ്പിയാണ്ടാർ നമ്പി ശൈവ തിരുമുറകളെ ഒന്നാക്കി തിരുമന്ത്രത്തെ 10ാമത് തിരുമുറയിൽ ചേർത്തിട്ടുണ്ട്. കാട്ടുമന്നാർകുടിയിലുള്ള തിരുനാരിയൂർ പൊള്ളാപ്പിള്ളയാർ കോവിലിൽ തിരുമൂലർക്ക് തിരുമൂലർ സന്നിധാനം എന്ന സന്നിധിയുണ്ട്. ആടുതുറയിലുള്ള സാത്തന്നൂരിൽ തിരുമൂലർക്ക് തനി ആലയവുമുണ്ട്. ചെന്നൈ സിദ്ധമരുത്വ ഗവേഷണ പുസ്തകങ്ങളിൽ തിരുമൂലർ ചിദംബരം ക്ഷേത്രത്തിൽ സമാധി അടഞ്ഞതായി പരാമർശമുണ്ട്. ബോഗർ ജനനസാഗരം 312 തിരുമൂലർ ചിദംബരത്തിൽ ലിംഗവടിവിൽ സമാധിയായതായും കുറിപ്പുണ്ട്. തില്ലെ നടരാജർ കോവിലുള്ള സന്നിധി തിരുമൂലർ സന്നിധി. തിരുമൂലരുടെ കാലത്ത് ജീവിച്ച ശിവനടന ദർശനം ലഭിച്ച പതഞ്ജലി, വ്യാഘ്രപാദ മുനിമാർക്കും തില്ലെ നടരാജർ കോവിലിൽ ശിലയുണ്ട്. തിരുമൂലർ സിദ്ധരുടെ സന്നിധിയെ പ്രധാനമായും മധ്യമാക്കി വെച്ചാണ് പാണ്ഡ്യമന്നന്മാർ കരൂരാർ തേവരാൽ ചിദംബരം നടരാജർ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ചരിത്രം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.